വെൽക്കം ടു വേൾഡ് മേലോ. 2024 പ്രഖ്യാപിച്ച 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, 2023 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടമാണ്. സംവിധായകൻ ആനന്ദ് ഏകർഷി. മികച്ച ചിത്രം ആട്ടമാണ്. സംവിധായകൻ ആനന്ദ് ഏകർഷി. മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഋഷഭ് ഷെട്ടിയാണ്. ചിത്രം കാന്താര. മികച്ച നടൻ ഋഷഭ് ഷെട്ടി. ചിത്രം കാന്താര. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിത്യ മേനോനും മീനാക്ഷി പരേഖുമാണ്. നിത്യ മേനോൻ ചിത്രം തിരുച്ചിത്രമ്പലം. മീനാക്ഷി പരേഖ് ചിത്രം കച്ച് എക്സ്പ്രസ്. മികച്ച ഗായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അർജിത് സിംഗ് ആണ്. ചിത്രം ബ്രഹ്മാസ്ത്ര. പാർട്ട്ണർ 1 ശിവ. മികച്ച ഗായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അർജിത് സിംഗ്. മികച്ച ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീയാണ്. ചിത്രം സൗദി വെള്ളക്ക. മികച്ച സംഗീത സംവിധാനം പ്രീതം ചക്രവർത്തിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചിത്രം ബ്രഹ്മാസ്ത്ര. പാർട്ട്ണർ 1 ശിവ. മികച്ച പശ്ചാത്തല സംഗീതം AR റഹ്മാൻ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. സിനിമ പൊന്നിയിൻ സെൽവൻ. മികച്ച തിരക്കഥ ആട്ടമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. സംവിധായകൻ ആനന്ദ് ഏകർഷി. മികച്ച തിരക്കഥ ആട്ടമാണ്. മികച്ച സപ്പോർട്ട് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പവൻ മൽഹോത്രയാണ്. ചിത്രം ഫൗജ. മികച്ച ബാലനടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീപദ് ആണ്. സിനിമ മാളികപ്പുറം. മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സൗദി വെള്ളക്കയാണ്. സംവിധാനം തരുൺ മൂർത്തി. മികച്ച ഗാനരചനയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നൌഷാദ് സാദർ ഖാൻ ആണ്. ചിത്രം ഫൗജ. മികച്ച വേഷാലങ്കാരം നിഖിൽ ജോഷിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച എഡിറ്റിങ്ങിനുള്ളത് മഹേഷ് ഭുവനന്താണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചിത്രം ആട്ടം. മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പവൻ മൽഹോത്രയാണ്. ചിത്രം ഫൗജ. മികച്ച സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നീന ഗുപ്തയാണ്. ചിത്രം ഊഞ്ചായി. മികച്ച സഹനടി നീന ഗുപ്ത. ചിത്രം ഊഞ്ചായി. മികച്ച സിനിമാ നിരൂപകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദീപക് ദുവയാണ്. മികച്ച സിനിമാ നിരൂപകൻ ദീപക് ദുവ. മികച്ച സിനിമാ പുസ്തകം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കിഷോർ കുമാറിന്റെ ദ അൾട്ടിമേറ്റ് ബയോഗ്രഫിയാണ്. രചയിതാക്കൾ അനിരുദ്ധ ഭട്ടാചാര്യ, പാർത്ഥിവ് ധർ. മികച്ച ആനിമേഷൻ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എ കോക്കനട്ട് ട്രീ ആണ്. മികച്ച ആനിമേഷൻ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സംവിധാനം ജോഷി ബെനഡി. നോൺ ഫീച്ചർ ഫിലിം മികച്ച സംവിധാനം തിരഞ്ഞെടുക്കപ്പെട്ടത് മറിയം ചാണ്ടി മേനാച്ചേരിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചിത്രം ഫ്രം ദ ഷാഡോ. മികച്ച നോൺ ഫീച്ചർ ഫിലിം മികച്ച സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് മറിയം ചാണ്ടി മേനാച്ചേരിയാണ്. ചിത്രം ഫ്രം ദ ഷാഡോ. ഇനി 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കാതലാണ്. സംവിധാനം ജിയോ ബേബിയാണ്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കാതലാണ്. സംവിധാനം ജിയോ ബേബി. കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആടുജീവിതമാണ്. സംവിധായകൻ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്ലസ്സിയാണ്. ചിത്രം ആടുജീവിതം. മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജാണ്. ചിത്രം ആടുജീവിതം. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉർവശിയാണ്. ചിത്രം ഉള്ളൊഴുക്ക്. അതേപോലെ ബീന ആർ ചന്ദ്രനെയും മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ചിത്രം തടവ്. മികച്ച നടി ഉർവശിയും ബീന ആർ ചന്ദ്രനുമാണ്. ഉർവശി ചിത്രം ഉള്ളൊഴുക്ക്, ബീന ആർ ചന്ദ്രൻ ചിത്രം തടവ്. മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരട്ടയാണ്. സംവിധാനം രോഹിത്താണ്. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. സംവിധാനം രോഹിത്. മികച്ച സ്വഭാവ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിജയരാഘവനാണ്. ചിത്രം പൂക്കാലം. മികച്ച സ്വഭാവ നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീഷ്മ ചന്ദ്രനാണ്. ചിത്രം പൊമ്പിളൈ ഉറുമൈ. മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അവെക് മേനോനാണ്. ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും. മികച്ച ബാലതാരമായിട്ട് 2 പേര് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവെക് മേനോനും തെന്നൽ അഭിലാഷും. തെന്നൽ അഭിലാഷ് ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന മൂവിയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച ബാലതാരം അവെക് മേനോനും തെന്നൽ അഭിലാഷും. അവെക് മേനോൻ പാച്ചുവും അത്ഭുത വിളക്കും സിനിമ. തെന്നൽ അഭിലാഷ് ശേഷം മൈക്കിൾ ഫാത്തിമ സിനിമ. മികച്ച കഥാകൃത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആദർശ് സുകുമാരനാണ്. ചിത്രം കാതൽ. മികച്ച ഛായാഗ്രഹണം സുനിൽ KS ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചിത്രം ആടുജീവിതം. മികച്ച തിരക്കഥാകൃത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് രോഹിത് ആണ്. സിനിമ ഇരട്ട. മികച്ച തിരക്കഥാകൃത്ത് രോഹിത്. സിനിമ ഇരട്ട. മികച്ച അവലംബിത തിരക്കഥയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്ലസ്സിയാണ്.
മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനനാണ്. ചിത്രം ചാവേർ. മികച്ച സംഗീത സംവിധാനം ജസ്റ്റിൻ വർഗീസ് ആണ്. ചിത്രം ചാവേർ. മികച്ച പശ്ചാത്തല സംഗീതം മാത്യൂസ് പുളിക്കലാണ്. ചിത്രം കാതൽ. മികച്ച പിന്നണി ഗായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിദ്യാധരൻ മാസ്റ്ററാണ്. മികച്ച സിനിമയ്ക്കുള്ള ജൂറി പുരസ്കാരം നേടിയത് ഗഗനചാരിയാണ്. സംവിധാനം അരുൺ ചന്തു. മികച്ച സിനിമയ്ക്കുള്ള ജൂറി പുരസ്കാരം നേടിയത് ഗഗനചാരി. സംവിധാനം അരുൺ ചന്തു. ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ, കിഷോർ കുമാറിന്റെ മഴവിൽ കണ്ണിലൂടെയാണ് ചലച്ചിത്ര ഗ്രന്ഥം. നവാഗത സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ഫാസിൽ റസാഖ് ആണ്. ചിത്രം തടവ്. നവാഗത സംവിധായകനുള്ള അവാർഡ് നേടിയത് ഫാസിൽ റസാഖ്. സിനിമ തടവ്. 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നോക്കാം. 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച കവിതാ ഗ്രന്ഥം തിരഞ്ഞെടുത്ത കവിതകളാണ്. കൽപ്പറ്റ നാരായണന്റെ തിരഞ്ഞെടുത്ത കവിതകളാണ് മികച്ച കവിതാ ഗ്രന്ഥം. മികച്ച നോവലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സിൻ എന്ന നോവലാണ് മികച്ച നോവലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. എഴുതിയത് ഹരിത സാവിത്രി. മികച്ച നോവൽ സിന്നാണ്. എഴുതിയത് ഹരിത സാവിത്രി. മികച്ച ചെറുകഥയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എൻ രാജന്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. മികച്ച ചെറുകഥയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എൻ രാജന്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. മികച്ച നാടകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗിരീഷ് PC പാലത്തിന്റെ ഇ ഫോർ ഈഡിപ്പസ് എന്ന കൃതിയാണ് മികച്ച നാടകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗിരീഷ് PC പാലത്തിന്റെ ഇ ഫോർ ഈഡിപ്പസ്. മികച്ച യാത്രാ വിവരണമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നന്ദിനി മേനോന്റെ ആംചോ ബസ്തർ ആണ് മികച്ച യാത്രാ വിവരണമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. നന്ദിനി മേനോന്റെ ആംചോ ബസ്തർ ആണ് മികച്ച യാത്രാ വിവരണമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. വൈജ്ഞാനിക സാഹിത്യത്തില് ഇന്ത്യയെ വീണ്ടെടുക്കലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബി രാജീവന്റെ ഇന്ത്യയെ വീണ്ടെടുക്കലാണ് വൈജ്ഞാനിക സാഹിത്യത്തിൽ മികച്ച കൃതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തില് കെ വേണുവിന്റെ ഒരന്വേഷണത്തിന്റെ കഥയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജീവചരിത്രം ആത്മകഥാ ഭാഗത്തില് കെ വേണുവിന്റെ ഒരന്വേഷണത്തിന്റെ കഥയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബാലസാഹിത്യം കാറ്റഗറിയിൽ ഗ്രേസിയുടെ പെൺകുട്ടിയും കൂട്ടരും എന്ന കൃതിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബാലസാഹിത്യം കാറ്റഗറിയിൽ പെൺകുട്ടിയും കൂട്ടരും. ഗ്രേസിയാണ് രചയിതാവ്. CL ജോസഫ്, AR രാഘവ വാര്യർ എന്നിവർക്ക് അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചു. അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചത് CL ജോസിനും MR രാഘവ വാര്യർക്കുമാണ് അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.